ഒരു വീഡിയോ കണ്ട് ചിരിച്ച് ഞാനൊരു വഴിയായി കേട്ടോ. കഴിഞ്ഞ ദിവസം 24 ചാനലിനകത്ത് ഈ അഖിൽ പൊട്ടത്തല എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, ചാണകത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചവിട്ടി 2020 ഭാഗമായി ചക്ക ചിഹ്നത്തിൽ മത്സരിച്ച് 8 നിലയിൽ പൊട്ടി. സാബു BJP നിന്ന് 40 കോടിയോളം രൂപ വാങ്ങിച്ച് ഞങ്ങൾക്ക് 10ന്റെ പൈസ തന്നില്ല. എൻ്റെ BMW ബൈക്ക് 20 ലക്ഷത്തിൻ്റെ ബൈക്ക് 10 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടാണ് ഞാൻ ഈ ഇലക്ഷൻ പ്രചരണത്തിൽ പണം മുടക്കിയെന്നൊക്കെ വന്ന് വലിയ രീതിയിൽ ഗീർവാണം മുഴക്കി. കോട്ടാത്തലെ കഴിഞ്ഞ ദിവസം നമ്മുടെ 24 ചാനലിനകത്ത് ഒരു ജനകീയ കോടതി എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. ആ സംവാദത്തിനകത്ത് കോൺഗ്രസിന്റെ വ്യക്താവായിട്ടുള്ള ജിൻഡോ ജോണും ഹാഷ്മിയും കൂടെ എടുത്തിട്ട് അങ്ങോട്ട് ഏറി വിടുക എന്ന് പറഞ്ഞാൽ ഒരു 1.5 പോക്കായിരുന്നു. പിന്നെ താഴോട്ട് ഇറങ്ങിയില്ല എന്നുള്ളതാണ്. പല പ്രാവശ്യം വാക്ക് മാറ്റി പറയുക, നിന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാതിരിക്കുക, ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് വേറെയാണ്. എന്താണേലും ഈ വീഡിയോ ഉണ്ടല്ലോ അത് മാസാണ് കേട്ടോ. നമ്മുടെ ഹാഷ്മി അടിച്ച് പിന്നെ അണ്ണാക്കി തന്നെയാണ് കയറ്റി കൊടുത്തത്. പറയുന്നിടത്ത് ഉറച്ചു നിൽക്കത്തില്ല, പറയുന്ന വാക്കിന് വ്യക്തതയില്ല, പിന്നെ വാക്കുകൾ മാറ്റി പറയുക. തൃക്കാക്കരയിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ സുരേഷ് ഗോപിയെ വിളിച്ചിരുത്തിയിട്ട് പുള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു മാസ് ഡയലോഗ് ഇട്ട്, അതായത് നമ്മുടെ സുരേഷ് ഗോപി സിനിമയിൽ ഇടുന്നതിനെക്കാട്ടിലും മാസ് ഡയലോഗ് ഇട്ട് സുരേഷ് ഗോപിക്കൊക്കെ രോമാഞ്ചം കൊണ്ട് കയറി നമ്മുടെ ഹാഷ്മി ഇവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇവന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇവൻ പറയും ഞാൻ BJP കാരനല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പിന്നെ പറയും ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ BJP കാരനാണ്. അങ്ങനെ വാക്കുകൾ മാറ്റിയും തിരിച്ചും പറയുന്ന സ്ഥിരതയില്ലാത്ത, തലയ്ക്ക് വെളിവില്ലാത്ത ഈ പൊട്ടത്തലേന മറുപടി കേട്ടാണല്ലോ പെറ്റതള്ള പോലും സഹിക്കൂല. വേറെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അഖില് കാണുന്ന ഒരു വികസനം എന്താ? ഉത്തർപ്രദേശും കേരളവും കമ്പയർ ചെയ്യും. എന്താണ് നിങ്ങൾ വികസനം? ഓരോ സ്റ്റേറ്റിന്റെയും ഡെവലപ്മെന്റ്സിനെ നമ്മൾ എണ്ണി അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളിപ്പറയരുത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അഖില് തൃക്കാക്കര പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതെല്ലാം പറയാം, പക്ഷെ അതിനുള്ള വേദി അല്ല എന്ന് കരുതുകൊണ്ടാണ് കോൺടാക്ട് ഡീറ്റെയിൽ നിസ്സാര കാര്യം. 1950 കോൺഗ്രസ് ഭരണം തുടങ്ങിയല്ലോ. ഈ കാട്ടിൽ പോയി വിറകൊടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിറക് കത്തിച്ച് അതിന്റെ പേരിൽ അപകടത്തിനിരയാവുന്ന ശൗചാലയമില്ലാത്ത സ്ത്രീകളുടെ പേരിൽ BJP ഒരു ഗ്യാസ് സ്റ്റൗ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ LPG കൊടുക്കുന്ന സമയത്ത് ഇവിടെ പരിഹാസമായിരുന്നു. 1 രൂപ പെട്രോളിന് കൂട്ടുന്ന സമയത്ത് നമുക്ക് പരിഹാസമായിരുന്നു. കാര്യം എന്താ? നമ്മൾ ഇതെല്ലാം കണ്ടു വളർന്നവനാ. അത് ഞാൻ പറയുന്നല്ലോ, എന്റെ വണ്ടി ഞാൻ വിറ്റത് പച്ചക്കള പറയുന്നത് BMW വണ്ടി വിറ്റതോ? ഏപ്രിൽ വണ്ടി എനിക്ക് BMW ബൈക്ക് ഞാൻ വിറ്റത് ഈ തെരഞ്ഞെടുപ്പിനിടയില്ല. അല്ലെന്നേ, അഖിൽമാരാർ 5 പൈസ ചെലവാക്കിയിട്ടില്ല. അഖിൽമാരാർ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് തൊട്ട് പിറ്റേന്ന് 5 ലക്ഷം രൂപ ഇട്ടു അഖിലിന് അക്കൗണ്ടിൽ ഇട്ടു വന്നു. അത് ചെലവാക്കണമെങ്കിൽ കണക്ക് കാണിക്കണം. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന്റെ വരവ് ചെലവ് കണക്കുകൾ കാണിക്കണമെങ്കിൽ ആദ്യം 10,000 രൂപ നോമിനേഷൻ കെട്ടിവെക്കാം. 4,90,000 രൂപ അവിടെ കിടക്കുക. 5 ലക്ഷം അത് എടുക്കാൻ പറ്റില്ല. ഹാഷ്മി എന്താണ് പറയുന്നത്? 5 ലക്ഷം 2020 എടുക്കാൻ പറ്റുമോ? 5 ലക്ഷം അഖിൽമാരാർക്ക് ഇലക്ഷൻ ചെലവിനായി 20 ഇട്ട് തന്നോ? എനിക്ക് 10,000 ഈ ഹാഷ്മി 5 ലക്ഷം തന്നോ? ഞാൻ 5 ലക്ഷം എനിക്ക് വേണ്ടിയിട്ടാണ് തരുന്നത്. ഇലക്ഷൻ വേണ്ടി അത് ഞാൻ പറയുന്ന കേക്ക്. അതിന് ഓരോ രൂപയ്ക്കും കണക്ക് കൊടുക്കണം, ബില്ല് കൊടുക്കണം. അതെടുത്ത് വെച്ചിട്ട് പാർട്ടിക്കാർക്ക് ചെലവ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പാർട്ടിക്കാർക്ക് പോസ്റ്റ് അടിക്കാൻ കൊടുക്കാൻ പറ്റുമോ? ഇലക്ഷന്റെ ഫണ്ടാണോ? ഞാൻ അതാണോ പറഞ്ഞത്? ഇലക്ഷനിൽ അഖിൽമാരാർ ബൈക്ക് വിറ്റ പൈസ അഖിലിന് വേറെ കടം വിട്ടാനായിരിക്കും. ഒരു ബൈക്കും വിറ്റ് അഖിൽമാർ 5ന്റെ നയാ പൈസ തൃക്കാക്കര ചെലവാക്കിയിട്ടില്ല. ഞാൻ എന്താ അഖിൽമാരാർക്ക് കൃത്യമായ സമയത്ത് അഖിൽമാരാർക്ക് വേറെ സോഷ്യൽ മീഡിയ ഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ അതടക്കം 2020 എനിക്ക് 100% പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ ഹാഷ്മി. ആ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ പറയുന്നുണ്ട്. ഞാൻ ചെലവാക്കിയ എല്ലാ പൈസ അവർ എനിക്ക് തിരിച്ചു തന്നു. ഇത് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളിത് എല്ലാം കാണത്തില്ലേ? ഒരുത്തൻ ഡ്രസ് ഇട്ട് തുടങ്ങുമ്പോൾ അവരുടെ ജെട്ടിയുടെ ഫോട്ടോ എടുത്ത് ഇവർ ഇങ്ങനെ നടക്കുന്നത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ബാക്കി ഇരുന്നത് കാണും. എന്റെ ബാക്കി ഡ്രസ് കാണും. നിങ്ങൾ ജെട്ടി സവർക്കറെ ന്യായീകരിക്കുമ്പോൾ എനിക്ക് കൃത്യമായ റീസൺ ഉണ്ട്. ഹാഷ്മി പറഞ്ഞു മാപ്പ് കൊടുത്തവൻ എന്തിനാണെന്നേ ഈ വീട്ടുതടങ്കലിലും ജയിലുമായിട്ട് 50 വർഷം കിടന്നത്. എവിടെ കിടന്നു പിന്നെ നാരങ്ങ കച്ചവടം കൊടുക്കും. ഞാനാണെങ്കിലും കൊടുക്കുമല്ലോ. 50 മാപ്പ് എഴുതി കൊടുക്കില്ല. 50 ഞാനൊന്ന് പറഞ്ഞോട്ടെ, 500 മാപ്പ് ഞാൻ എഴുതി കൊടുക്കും. എനിക്ക് മറുപടി പറയാം. ഇവിടുത്തെ കാലയാപനം കഴിക്കാൻ കൈപറ്റി സവർക്കർ 32 വർഷം ആൻഡമാൻ ജയിലിൽ കിടന്ന് മരിച്ച അനുഭവിച്ച മനുഷ്യന്റെ പേരറിയോ? ആരാണ്? രാജ് പുരോഹിത് അല്ലേ? അല്ല, ഒന്ന് ആ പേര് കൂടി പഠിച്ചിട്ട് വേണം സവർക്കറെ ആരാധിക്കാനായിട്ട്. ഒരു സജഷൻ ഉണ്ട്. മൗലാന അലാവുദ്ദീൻ ഹൈദർ അലി. അദ്ദേഹം താങ്കൾ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മക്ക മസ്ജിദിലെ ഇമാമായിരുന്ന അദ്ദേഹം 500 ആളുകളെ കൂട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ പേര് സ്മരിക്കാത്ത താങ്കൾ ബ്രിട്ടന് മാപ്പ് കൊടുത്ത് അദ്ദേഹത്തിന്റെ അടിമയായ സവർക്കർ നിങ്ങളുടെ വിജയനാകുമ്പോ അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിച്ചാൽ നാളെ മുതൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാം. നിങ്ങൾ ആക്ഷേപിക്കുന്നതൊക്കെ കേൾക്കണം. ആരെ? മൗലാന
മൗലവി ഇതിന്റെ പേര് പറ. അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കൂ. അപ്പൊ ഞാൻ പറയാം, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കും. ഞങ്ങൾ ആക്ഷേപിക്കില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പോരാടി മരിച്ച ഒരു മനുഷ്യനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല. പക്ഷെ ബ്രിട്ടന് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത, മാപ്പെഴുതി കൊടുത്ത സവർക്കറെ ആരാധിക്കാൻ സാധിക്കില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായി വിശേഷിക്കപ്പെട്ടിട്ടുള്ള ഇന്ദിരാഗാന്ധി എന്തിനായിരിക്കാം 70 സവർക്കറെ അംഗീകരിച്ചും ആദരിച്ചും കൊണ്ട് സ്റ്റാമ്പ് ഇറക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധിയാണോ സ്റ്റാമ്പ് അടിക്കുന്ന ആള്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തടയാമല്ലോ ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്ത ഞാൻ ചോദിക്കുന്നത്, ഇന്ന് നിങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് പോലും വർഗീയവാദിയാന്ന് തോന്നുന്ന BJP ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത്, നിങ്ങൾക്ക് BJP രാജ്യം ഭരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ പറഞ്ഞു വർഗീയവാദിയാണെന്ന്. അങ്ങനെ ഒരു രാജ്യം BJP ഭരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തടയാൻ പറ്റുന്നുണ്ടോ? സുരേഷ് ഗോപി ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രതികരണം കേൾക്കാവോ? താങ്കൾ കേട്ടാണ്, താങ്കൾ അറിയാവുന്ന ആളാണ്. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനു ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. രമേശ് പിഷാരടി തെറ്റി. രമേശ് പിഷാരടി അട്ട പറയാം. കാരണം എന്താണ്? രമേശ് പിഷാരടി 2-3 കൊല്ലം വെയിറ്റ് ചെയ്യാൻ വേണ്ട, 2 മാസം കൊണ്ട് അഖിൽ തെളിയിച്ചു. അനന്ത പ്രയാസം അഖിലിനെ പോലെ മനസ്സിലാക്കി ഇത് ചോദിച്ചു നന്നായി. പിഷാരടി ഇത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഇലക്ഷൻ സമയത്ത് പല ആൾക്കാരും ചോദ്യം, ഈ അഖിൽമാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ യോഗ്യത? ഇത് ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സർക്കാസ്റ്റിക്കലി തിരിച്ചു ചോദിക്കുന്നു, എന്താണ് പിഷാരടി? കാരണം സിനിമാ മേഖലയിൽ നിന്ന് വന്ന മറ്റൊരാളാണല്ലോ, എന്താണ് പിഷാരടിയുടെ യോഗ്യത? ഈ മറുചോദ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അതായത് മാധ്യമങ്ങൾ അന്ന് ടൈറ്റിൽ കാർഡ് അടിച്ചിറക്കി, പിഷാരടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത അഖിൽമാരാർ? അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ പരിഹസിച്ചു എന്ന രീതിയിലാക്കി ഇദ്ദേഹത്തിന്റെ മുന്നിൽ പലരും അവതരിപ്പിച്ചു. കാരണം എന്തും ആയിക്കോട്ടെ, അഖിൽമാർ ഇന്നത്തെ അല്ല, നാളത്തെ മറ്റന്നാൾ 2 കൊല്ലം കഴിയുമെന്ന് പറഞ്ഞു. മാസം കഴിയുമ്പോൾ അഖിൽമാർ മാറ്റാണ്. മഹാത്മാഗാന്ധി ഉൾപ്പെടെ അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അഖിൽമാരാർ താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയെ തമ്മിൽ കമ്പയർ ചെയ്യൽ അശ്ലീലമാണ്. ഞാനൊരു കാര്യം, ഗാന്ധിയെ കമ്പയർ ചെയ്യൽ ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഞാൻ എന്നെ ഗാന്ധിയായിട്ട് കമ്പയർ ചെയ്തില്ല, സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തതാണ്. ഞാൻ എന്റെ നിലപാട് പറയാം. ഞാൻ പറഞ്ഞത് ഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. അതായത്, നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അന്ന് നൽകിയ ഉത്തരം തന്നെ ആയിരിക്കില്ല ഞാൻ പിന്നീട് നൽകുന്നത്. കാരണം ആ നിലപാടുകൾ മാറും. പക്ഷേ ആ നിലപാട് സത്യത്തിനൊപ്പമാണോ? എന്റെ നിലപാട് സത്യത്തിനൊപ്പമാണോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. പിന്നെ ഒരു ലോകത്തിന് ആർക്കായാലും ഒറ്റ നിലപാടുണ്ടാവും. കാര്യം നമ്മുടെ അച്ഛൻ, അമ്മ ചൂണ്ടിക്കാണിച്ചാളോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. അമ്മ എന്ന് പറയുന്നു, അന്ന് നീ മാറ്റി പറയും. ലവൻ പറയുന്നത് എന്താണെന്ന് ലവന് പോലും അറിയത്തില്ല. എന്താണെങ്കിലും ഈ 24 ഈ ജനകീയ കോടതിയിൽ വന്ന് തേഞ്ഞൊട്ടിയ ഈ അഖിൽ മാരാർ എന്ന് പറയുന്നവൻ, അഖിൽ കോട്ടാത്തല എന്ന് പറയുന്നവൻ, പിന്നെ മറ്റെന്തോ പേരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ 2-3 പേരുകളിൽ പിന്നെ അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൻ അച്ഛൻ എന്ന് വിളിക്കും. പിന്നീട് അമ്മ പറയുന്നത് അവനല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ അച്ഛൻ എന്ന് വിളിക്കും. പക്ഷെ ഞങ്ങൾ ആരും വിളിക്കത്തില്ല. ഞങ്ങളുടെ അമ്മയൊക്കെ ഒരൊറ്റ പ്രാവശ്യം അച്ഛനെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഭരിക്കുന്നവരെ അദ്ദേഹത്തെ തന്നെ നമ്മൾ അച്ഛനായിട്ട് കാണും കേട്ടോ. നിനക്ക് ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിന്റെ ഈ പല പ്രവർത്തികൾക്കും വേണ്ടി ഇങ്ങനെ പലരെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെയൊക്കെ കയറി അച്ഛാന്ന് വിളിക്കുന്ന സ്വഭാവം മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ കുറിച്ചിട്ട് ഇനി എന്താണ് കേരളത്തിൽ ജനങ്ങൾ പറയേണ്ടത്? എന്നാൽ ഈ 24 ചാനലിന്റെ ഈ ഒരു ചർച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാനിത് വെച്ചത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു ചർച്ചയിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ കോട്ടാത്തലയെ നമ്മുടെ ആഷ്മിയും ജിൻഡോ ജോണും എടുത്ത് ഭിത്തിയിൽ അങ്ങോട്ട് ഒട്ടിച്ചു. അവസാനം പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ട്രോളോട് ട്രോളായിരുന്നു. ഇത് കണ്ട് കുരി പൊട്ടി അഖിൽ മാരാർ വീണ്ടും നമ്മുടെ ഹാഷ്മിയുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക. അടുത്ത വീഡിയോ നിങ്ങൾ കാണാതെ പോരുത്. മാസ് വീഡിയോ ആണ്. പോയിട്ട് വരാം. ബൈ.